പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. തിരഞ്ഞെടുത്ത 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കുമെന്ന് മോശ പറഞ്ഞത് ആരോട്? ഉത്തരം, തൻ്റെ അളിയനായ ഹോബാബിനോട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 2, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം, നോഹയുടെ ഇളയ മകനായ കനാനെക്കുറിച്ച്. ഉൽപ്പത്തി 9:25 വാക്യം. ചോദ്യം 3, തൻ്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വന്ന വ്യക്തിയെ കണ്ണു പറിക്കാതെ ഉറ്റുനോക്കി കരഞ്ഞ ദൈവപുരുഷനാര്? ഉത്തരം, എലീശ. 2 രാജാക്കന്മാർ 8:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 4, തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയ വ്യക്തി ആര്? ഉത്തരം, എപ്പഫ്രൊദിത്തോസ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 5, ദേവദാരുക്കൾ പോലെ ഉയരവും കരുവേലകങ്ങൾ പോലെ ശക്തിയും ഉള്ളവനായിരുന്നതാര്? ഉത്തരം, അമോര്യൻ. ആമോസ് 2:9 വാക്യം. ചോദ്യം 6, മോശയോട് എതിർത്ത് നിന്ന 2 വ്യക്തികൾ ആര്? ഉത്തരം, യന്നേസും യംബ്രേസും. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 8 വാക്യം. ചോദ്യം 7, തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് തൻ്റെ മകന് ബെരീയാവ് എന്ന് പേർ വിളിച്ചതാര്? ഉത്തരം, എഫ്രയീം. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8, നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കുമെന്ന് ആരോട് പറഞ്ഞു? ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം, യഹോവ മോശയോട് അഹരോനെക്കുറിച്ച് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 14 വാക്യം. ചോദ്യം 9, ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിനു വരുന്നവരെ ചുംബനം ചെയ്തു വശീകരിച്ചു കളഞ്ഞതാര്? ഉത്തരം, അബ്ശാലോം. 2 ശമൂവേൽ 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ചോദ്യം 10, ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി ബാബേൽ രാജാവിൽ നിന്നും ലഭിച്ചിരുന്നത് ആർക്ക്? ഉത്തരം, യഹൂദ രാജാവായ യഹോയാക്കീന്. യെരമ്യാവ് 52:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 11, യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയ പുരോഹിതനാര്? ഹിൽക്കിയ പുരോഹിതൻ. 2 ദിനവൃത്താന്തം 34:14 വാക്യം. ചോദ്യം 12, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും സന്തോഷിച്ചതാര്? ഉത്തരം, യിത്രോ. പുറപ്പാട് 18:9 വാക്യം. ചോദ്യം 13, പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ഭയപരവശനായ വ്യക്തിയാര്? ഉത്തരം, ദേശാധിപതിയായ ഫേലിക്സ്. അപ്പോസ്തലപ്രവൃത്തികൾ 24:24-25 വാക്യങ്ങൾ. ചോദ്യം 14, അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട വ്യക്തിയാര്? ഉത്തരം, ഏശാവ്. എബ്രായർ 12:16-17 വാക്യങ്ങൾ. ചോദ്യം 15, ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നതാര്? ഉത്തരം, നോഹ. എബ്രായർ 11:7 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി. ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.